അയാൾ ഈശോമിശിഹായ്ക്ക് മത്തായിയുടെ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം തൊട്ട്, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭംധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് യെശയ്യയാണ്. യെശയ്യയുടെ എഴുതിയ പുസ്തകത്തിൽ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ കന്യക ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വചനം പൂർത്തിയാകാനാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. യേശുവിൻ്റെ പേര് യേശു എന്ന് തന്നെയാണ് ഇടാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? സാൽവേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷ, മനുഷ്യരുടെ രക്ഷയാണ് യേശു എന്നുള്ളതാണ് ആ പേരിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇമ്മാനുവൽ എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥം അത് എന്ന വാക്കിനുണ്ട്. അതായത് യേശു ദൈവമാണെന്ന് യെശയ്യായുടെ 7:14 പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും 21-ാമത്തെ വാക്യം തൊട്ട് 23-ാമത്തെ വാക്യം വരെ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു നമ്മുടെ സാൽവേഷനാണ്, അതായത് നമ്മുടെ രക്ഷകനാണ്. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വന്നിട്ടുള്ളവനാണ്. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്, യേശുവിന് ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞത്. ഇമ്മാനുവൽ എന്ന് വിളിക്കുന്നതിന് അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെയുള്ള എന്നർത്ഥത്തിൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീകളെയും അതുപോലെ പാപിയായിട്ടുള്ള ആളുകളെയും എല്ലാവരുടെ അടുത്തും അവരുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് യേശു നേരിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം യേശു പാപങ്ങൾ മോചിപ്പിക്കാൻ വന്നവനാണെന്നും ദൈവമാണെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യേശു നമുക്ക് ആരാധിക്കാൻ സ്നേഹകൃപയോടെയും പത്തരപ്പ് അനുസരണത്തോടെയും. ഹല്ലേലൂയ, ആമേൻ.